ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സൗണ്ടിന് ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. സോ എല്ലാവരും കുറച്ച് ഇതാക്കുക, എന്തായാലും സഹകരിക്കുക. എന്ന് വെച്ചെങ്കിൽ പനി വന്നിട്ട് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? യൂണിഫോം കാണിക്കില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഇതിന് വേറെ ഉള്ളിൽ വേറെ ടീഷർട്ട് ഇട്ടാൽ ഇടൽ. ഇപ്പോൾ ഒരു ഷർട്ട് ഇട്ടിട്ടുള്ളത്. സോ എനിക്ക് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്കൂളിൽ പോകുന്ന ഒരു യൂണിഫോം കാണിക്കുന്നുണ്ട്, കുട്ടീനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുന്ന കുട്ടിയല്ല, അതാ ഓൻ്റെ വൈഫാണ് കൈസ്. അതുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് നടക്കുന്നില്ലത്. ഇന്ന് എന്താ പറയുക, ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. ബാക്കിൽ കാണുന്ന JCB നിങ്ങൾ കണ്ട, നമ്മൾ റോഡ് ശരിയാക്കുന്നില്ലത്, നമ്മളെ പേരൻ്റെ അടുത്ത് വരെ ഇല്ലാന്ന് കുറച്ച് അങ്ങോട്ടുള്ളത്. ഫസ്റ്റ് നടന്നിട്ട് പോയെങ്കിലും ബയ്യ നമ്മൾ ചിന്തിച്ച് കാറിൽ പോകുന്ന, കാർ അപ്പുറം വെച്ചിട്ടുള്ളത്, കാറിൽ പോകുന്ന വേണ്ട സ്കൂട്ടിയിൽ പോകാമെന്നാണ് വെച്ചിട്ടാ. സ്കൂട്ടിയിൽ പോകുന്നില്ലത് ഒക്കെ പോകാറില്ല, അപ്പോൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഈ സൈഡ് ഫുൾ അമ്പലപ്പൂ. ഇതിൽ ഇന്ന പാടിക്ക നീ ഇറങ്ങണം, എനിക്ക് അങ്ങോട്ട് ഞാൻ വണ്ടി അങ്ങോട്ടാക്കി, പിന്നെ നീ നടന്നിട്ട് വന്നാൽ മതി. എന്നെ ഇറക്കിയിട്ട് പോയി. പിന്നെ എന്തിനാ നീ ഇരുത്തിച്ചത് ഞാൻ ചിന്തിക്കുന്നത്. അസല പോട്ട്. പിന്നെ ഇതാ നേരെ ഇക്കാൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇതാ ഇങ്ങനെ പോകുന്നു കേട്ടാ. ഭയങ്കര മിസ്സാവും കേട്ടോ എനിക്ക്. ഇപ്പം ഇക്ക പോയി. സോ അപ്പോൾ എനിക്ക് നെക്സ്റ്റ് എനിക്ക് എന്താ പറയുക, രാത്രി പണിയുണ്ടായിന്, പിന്നെ രാവിലെ പണിയുണ്ടായിന്, പിന്നെ രാവിലെ നെക്സ്റ്റ് ഡേ എനിക്ക് ഇക്ക പോകുന്ന ദിവസം കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് എഡിച്ച് അത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ട. അതുകൊണ്ട് ഞാൻ ഇക്ക പോയി പിന്നെ സമാധാനമായിട്ട് എഡിറ്റാക്കാമെന്ന് പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനെ മിസ്സാകുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല. ഹാ മിസ്സാകുന്നുണ്ട് എന്തിയാക്കൽ. പിന്നെ എന്താ നേരിണ്ടല്ല ശോഭികയിൽ പോയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ച് ശോഭികയിൽ തന്നെ പോകാമെന്ന് എന്നിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ വേറെ സ്ഥലത്തെല്ലാം പോയിട്ടുണ്ട്. അത് ഞാൻ വേറെ മിനി വ്ളോഗായിട്ട് ഇട്ടു കേട്ടോ. രണ്ടോ ഒന്നിച്ചിടുന്ന വേണ്ടാന്ന് പറഞ്ഞ ചാനൽ കേട്ടോ. ഞാൻ ഇടാത്തത് ഭയങ്കര ലോങ് ആവും. പിന്നെ എൻ്റെ ഈ സൗണ്ട് ചേഞ്ചസ് അതേ എനിക്ക് ഇത്ര ലോങ് ഞാൻ വോയിസ് കൊടുക്കണ്ടേ, അപ്പോൾ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് ഞാൻ ഷോപ്പിങ്ങിനത് മാത്രമാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ നേരെ ഇക്കാൻ്റെ സെക്ഷനിൽ എത്തിയിട്ടാ. മുമ്പെല്ലാം ഉണ്ടല്ലോ ഇക്കൊക്കെ ഞാൻ സെലക്ഷൻ ആക്കി കൊടുക്കും. ഇത് ഇട്ടോ ഞാൻ പിന്നെ ഫുൾ മോഡേൺ നോക്കൂട്ടെ. ഇക്കൊക്കെ അതൊന്നും ഇഷ്ടപ്പെടില്ല. ഇക്കൊക്കെ ഇങ്ങനെ നോർമലായിട്ട് ഉണ്ടെങ്കിലും മതി. അധിക നോർമലും അല്ല, പിന്നെ അധിക മോഡേണും അല്ല. അതുകൊണ്ട് ഞാൻ മീഡിയമിൽ തന്നെ നിന്നോളാം. എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ഇടുന്നു. പറഞ്ഞിട്ടാ എന്നാലും നമുക്ക് മനസ്സിലാവല്ലോ ഗൈസ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ പാവം ഞാൻ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഷോപ്പിങ്ങിന് ഇക്കൊക്കെ വിട്ടുകൊടുത്തു കേട്ടാ. ഞാൻ വാങ്ങിക്കൊടുക്കുന്നതിന് ഞാൻ മോഡേൺസ് ആയിട്ടേ വാങ്ങിയിട്ട് കൊടുക്കട്ടെ. ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കും ഓനെ പൈസ അയച്ചിട്ടല്ല, നീ ഓൻ്റെ പൈസ കൊണ്ടല്ലേ ഗിഫ്റ്റ് വാങ്ങുന്നത്. പക്ഷെ അല്ല കേട്ടോ, ഞാനുണ്ടല്ല സ്വന്തം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കുറച്ച് സേവിങ്സ് ആക്കും. ഇക്കാനൊക്കെ കുറച്ച് മുഷ്കിട്ടും അതങ്ങനെ ഇക്കാനൊക്കെ തന്നെ അത് കുറച്ച് കേട്ടോ. ബാക്കി ഇതുവരെ ഞാൻ കൊടുത്ത ഗിഫ്റ്റിൽ ഇതുവരെ ഞാൻ ഇക്കാൻ്റെ പൈസ ഒന്നും ഞാൻ കൊടുത്തിട്ടാ. ഞാൻ കുറച്ച് വർക്ക് ആക്കുമ്പോഴത്തേക്ക് കുറച്ച് സേവിങ് ആക്കിയിട്ട് വെച്ചത്. ആ മൈന് ഞാൻ കുറച്ച് സേവിങ് ആക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇക്കാക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ അത് മാറ്റി വെക്കും കേട്ടോ. അത് എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ മാറ്റി വെക്കും. പക്ഷേ ഇക്കാൻ്റെ പൈസ കൊണ്ട് ഞാൻ ഇതുവരെ ഇത് കൊടുത്തിട്ടാണ്, ഗിഫ്റ്റ് കൊടുത്തിട്ടാ. ഞാൻ കുറേ കണ്ടിന്, പക്ഷെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടാ. ഇനി ഇക്കാൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എല്ലാം മുഷ്കി വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ട് ഉണ്ട്. നോക്കാം ഇനെങ്ങനെ ആക്കാമല്ലോ. എല്ലാവരുടെ കണക്ക് നമുക്ക് ആക്കാന്ന് വേണ്ട. നിങ്ങളെ സപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് വേഗം ഒരു യൂട്യൂബറായിട്ട് എനിക്ക് ഒരു 100 വേണ്ടല്ലോ, അത് കുറച്ച് ഓവറായാലും ഒരു 10 മതി. 10 ഡ്രസ്സ് വാങ്ങിയിട്ട് ഞാൻ കൊടുക്കും. കുറച്ച് ഇക്കാൾക്ക് ഇഷ്ടപ്പെടുന്ന കാണിക്കുന്നത്, പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനത്തതെല്ലാം വാങ്ങിക്കൊടുക്കുക. പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്തതെല്ലാം ഇട്ടു കേട്ടോ, ഇല്ലയെന്നല്ല, അങ്ങനെ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ഞാൻ ഇതിൽ ഇക്കാനെ വിട്ടത് എന്താ വെച്ചെങ്കിൽ ഇക്കാക്കുള്ള ആഗ്രഹം ഉണ്ടാവല്ല, അതുകൊണ്ട്. പക്ഷെ ആളുണ്ടല്ല ട്രയലാക്കും. അച്ഛോ ഇത് ഓക്കെയാ എനിക്ക് ചോദിച്ചിട്ടേ വാങ്ങും ഞാൻ. അപ്പോൾ ഇക്കൊക്കെ മനസ്സിലാവും ഓളെ ഇത് വിട്ടിച്ചാ വാശി വിട്ടിട്ടാന്ന്. പക്ഷേ ഞാൻ ആക്കുന്നത് ഒന്നും വാങ്ങില്ല, ആക്കിയത് മാത്രമേ വാങ്ങൂട്ടാ. സോ അതുകൊണ്ട് ഇക്കൊക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം വാങ്ങി. പക്ഷേ നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിക്കൊടുക്കും. ഞാൻ വാങ്ങിക്കൊടുക്കുന്നതിൽ ഇക്ക വാങ്ങുന്നതിൽ ഞാൻ സെലക്ഷൻ ആക്കിയിട്ട് കൊടുക്കും. അങ്ങനെയാട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് നമുക്ക് ശോഭിക്കുന്നൊരു എന്തോ കിട്ടി. പിന്നെ നമുക്ക് സബറില്ലാത്ത കൊണ്ട് എന്താ പറയല്, പൊട്ടിച്ചിട്ട് അപ്പന്നെ നോക്കി. അങ്ങനെയെന്ന് നമുക്കില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ട്. പേർക്ക് എന്നാലും അതിനുള്ളിൽ എന്തുണ്ടാവും. എന്നെക്കാളും ക്യൂരിയോസിറ്റി ഇതാ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചിക്കനിക്ക് സാറില്ല എന്തോ ഇങ്ങനെ. നമ്മൾ ഈ ഹെൽമെറ്റ് കണ്ട 2 ഹെൽമെറ്റ് പുതിയത് വാങ്ങിയത് കേട്ടോ. ഞാൻ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്ലൂ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലൂ വാങ്ങിയിട്ട് പോയത്. പിന്നെ ഞാൻ
ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടല്ല ഉള്ളത് കേട്ടോ. നമ്മളെ കാർ ഇവിടെ ഉള്ളത്, മഴ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാർ എടുത്തിട്ട് പോകണം. ഡ്രസ്സ് ചേഞ്ച് ആക്കിയത് എന്തിനെന്ന് പറഞ്ഞെങ്കിൽ ഒരു കല്യാണം ഉണ്ടായിന്, അവിടെ പോയിട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ അതെല്ലാം അപ്ലോഡ് ആക്കുമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ആ സൈഡിൽ കട്ടിട്ട. അതുകൊണ്ട് ഇതാ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വന്ന്. പക്ഷേ മംഗലെല്ലാം കഴിഞ്ഞ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ എന്താ ചെയ്യുക, ഇക്ക ഇതിൽ തന്നെ കൂട്ടിക്കൊണ്ട് വന്ന്. നാളെ ഇപ്പോൾ പോകാറായില്ല, ഒന്നിനും സമയം ഉണ്ടായില്ല. ഇക്കനെ കുറേ എന്തെങ്കിലും പണി ബാക്കി വെച്ചിട്ടുള്ളത്. സോ അത് നാളെ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറയുക ആ ഡ്രസ്സിൽ തന്നെ വന്നത് കേട്ടോ. അതിനിടയിൽ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താക്കുന്നുണ്ടെന്ന് അറിയാം. എനിക്ക് ഡ്രോപ്സ് ഉറ്റിച്ചിരുന്നുള്ളത് കേട്ടോ. എനിക്കൊരു 4-5 കൊല്ലമായി എനിക്ക് ജലദോഷം വരില്ല, ജലദോഷേ എനിക്ക് വരില്ല. അത് എന്തെന്നറിയില്ല. നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇക്കൊക്കെ പെട്ടെന്ന് ചെറിയ പൊട്ടി പറയാൻ മതി, അപ്പോൾ തുടങ്ങും അച്ചിങ് 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 ആക്കാൻ. പക്ഷെ എനിക്കായില്ല കേട്ടോ. ഇത് എന്തായെന്നറിയില്ല, പെട്ടെന്നുണ്ട് എനിക്ക് ജലദോഷം തലവേദന എന്ന് പറഞ്ഞെങ്കിൽ എന്നിപ്പോൾ എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ കൺട്രോളെല്ലാം പോയിട്ട് ആ പനി വന്ന് എന്തെല്ലോ ആയി. പിന്നെ നാളെ പോകാൻ ബീഫ് വേണമായിരുന്നു. സോ ഇക്കൊക്കെ ഇന്ന് രാവിലെ എടുക്കാൻ മറന്നതുകൊണ്ട് അങ്ങനെ ഷോപ്പിങ്ങിൽ വന്നിട്ടാ ഷോപ്പിക്സിൽ വന്ന് ഷോപ്പിങ്ങിൽ തന്നെ വയലിൽ വരുന്നു. പക്ഷേ ഷോപ്പിക്സിൽ പാങ്ങുണ്ടായിച്ചാൽ അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടാ. പിന്നെ ഇക്കപ്പോഴത്തേക്ക് ഒരു ടാബ്ലറ്റ്സ് വാങ്ങി തന്ന്. ഫസ്റ്റ് ഇട്ട ഞാൻ ഈ തണുത്ത വെള്ളത്തിൽ ഞാൻ ഈ ടാബ്ലറ്റ് കുടിക്കുന്നത്, എനിക്ക് ചൂടുവെള്ളമായില്ല തണുത്ത വെള്ളമായില്ല, എനിക്ക് നോർമൽ വെള്ളയാവും, വെള്ളം അതെയാവും. പിന്നെ എങ്ങനെയല്ലോ ആക്കി കുടിച്ച് പിന്നെ എന്തല്ല പെരക്ക് അങ്ങോട്ട് പോയെങ്കിൽ നമുക്ക് കുറേ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ഒരേ കയ്യിൽ തന്നെ എല്ലാം തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോരൊന്നും പണിയെടുക്കുന്നില്ല തെട്ടെ. എനിക്കിതാ ഈ ബാഗ് പോലും പൊന്തിക്കാനേ ശേഷിയില്ല. എനിക്ക് അത്രയ്ക്കും കഴിയാതായിട്ടാ. അത്രയും ടയർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് തല പൊന്നുന്നില്ല, ഒന്ന് കണ്ണൊന്നും ഇതാകുന്നില്ല. ലാസ്റ്റ് ഷോപ്പിംഗ് ആക്കുമ്പോഴെല്ലാം ഞാൻ അവിടെ അടങ്ങിയിട്ടിരുന്നു കേട്ടോ. ഇക്കനോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ആക്കിക്കോ, എന്ത് വേണമെങ്കിൽ വാങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരിക്കാമെന്ന്. അതിനിടയിൽ നമ്മൾ മൈജിൽ വന്നു, സൂര്യയിൽ പോയി. ഇപ്പോൾ മൈജിലിട്ടാണ് ഉള്ളത്. പിന്നെ ചാർജറെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. എൻ്റെ ചാർജർ പോയിട്ടുണ്ടായിരുന്നു. മറ്റേ നോർമൽ ചാർജറിലിട്ടാണ് ഞാൻ കുത്തേക്കുന്നുണ്ടായത്. സോ അത് നോക്കാൻ വന്നിട്ടുള്ളത്. നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കിട്ടാം. പിന്നെ ഇക്കനോട് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ആക്കിക്കുക, ഞാനൊരു മൂലക്ക് പോയിട്ട് ഇരിക്കാമെന്ന്. അങ്ങനെ ഇക്ക എല്ലാം വാങ്ങിയിട്ട് ഇനി നേരെ പെരക്ക് പോകുന്നില്ല ഇത് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.